അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ചെറുവത്തൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റിൽ ഇന്നലെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അവർ കല്ലിയങ്കാട്ട് നീലിൻ്റെ സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഞ്ചവൻകാട് എല്ലാം വെച്ചിട്ട് അടിപൊളി സെറ്റ് ഇട്ടിട്ടുണ്ടായിനി. ഇതിൽ സിനിമയിലത്തെ ഏതെങ്കിലും ആർട്ട് ഡയറക്ടറാണ് ഇത് ചെയ്തിട്ടില്ല കേട്ടോ. പേര് ഞാൻ മറന്നുപോയി, അതെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നമ്മളെ കത്തനാർ അച്ഛനെയും ഒരു അമ്മമ്മേനെയും വെച്ചിട്ടുണ്ട്. അവരെ സംഭാഷണമെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ പഞ്ചവൻകാടിൻ്റെ ഓരോരോ മുക്കിലും മൂലയിൽ ഓരോ ജീവികളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ആംബിയൻസ്, അത് നല്ല ഹൊറർ തീം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ തന്നെ മയില് അങ്ങനെയുള്ള ഒരു കൂട്ടത്തിനെ കാണുന്നുണ്ട്. പിന്നെ മുള്ളമ്മന്നീൻ്റെ ഒരു കൂട്ടം കാണുന്നുണ്ട്. പിന്നെ മുയലിൻ്റെ ഒരു കൂട്ടം കാണുന്നുണ്ട്. അപ്പോൾ അടിപൊളി. ഇത് പിന്നെ നിങ്ങൾ കാണുന്നത് മറ്റേ കാണ്ടാമൃഗത്തിനെയാണ് കേട്ടോ. അപ്പോൾ സെറ്റപ്പെല്ലാം അടിപൊളിയാണ്, ആംബിയൻസ് എല്ലാം അടിപൊളി. ഇപ്പം നിങ്ങൾ കാണുന്നത് പ്രേത ഊഞ്ഞാലിലാടുന്നതായിട്ട് കുറേ പ്രേതങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സാരികൾ ആംബിയൻസും കാര്യങ്ങളെല്ലാം സെറ്റാണ് കേട്ടോ. നല്ല പ്രേതത്തിൽ ഇതൊരു സജിത്ത് പറഞ്ഞ ആളാണ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ അടിപൊളി. ആ സ്ഥലങ്ങളിൽ 3-4 സ്ത്രീ പ്രേതങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്കെൽറ്റൻ്റെ ഒരു പ്രേതമാണ് കേട്ടോ. പിന്നെ കുറേ നമുക്കിങ്ങനെ പേടി തോന്നുന്ന സീൻസ് തന്നെയാണ് കേട്ടോ. ഹൊറർ സീൻസ് തന്നെയാണ് അവർ റിക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മൂങ്ങേൻ്റെ ഉണ്ട്. പിന്നെ ഇത് വേഴാമ്പലിൻ്റെ വലിയ 2 സ്റ്റാച്യൂസ് ഉണ്ട്, ടാബ്ലോസ് പോലെ. ആ വഴിയിലൊരു കാട് തന്നെയാണ്. കാട് അവരൊന്ന് ജസ്റ്റ് വെട്ടിത്തെറിക്കാനൊന്നും നീട്ടിൽ ആടി വരെ സാധനം കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പം തന്നെ പേടിയുണ്ട്. പിന്നെ സൗണ്ടും എല്ലാം പേടിപ്പെടുത്തുന്ന പൊട്ടിച്ചിരിയല്ലാണ്. ഇത് നമ്മളെ കത്തനാറ് നീലിന്ന് തളക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളെല്ലാം ഒന്ന് പേടിച്ചോ. നമ്മൾ തന്നെ പൊട്ടിച്ചിരിയിൽ കാണുമ്പോൾ ശരിക്കും അത് പേടിപ്പെടുത്തുന്ന രംഗം തന്നെയാണ്. പക്ഷെ എന്ന് പറയാ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫെസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ്. കുറേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു തീം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മൾ കല്ലിയങ്കാട്ട് നീലിൻ്റെ ഇപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ചെറുവത്തൂർ ഫെസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും പോയിട്ട് കാരണം നമ്മൾ കല്ലിയങ്കാട്ട് നീലിനെയും പഞ്ചവൻകാടിനെയും കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫെസ്റ്റിന് എല്ലാവരും പോവാം, എല്ലാ വിശേഷങ്ങളും അവിടെ ഉണ്ടാവും, എല്ലാം കാണും. ഈ ലാസ്റ്റ് കാണുന്നതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഊഞ്ഞാലാടുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.